ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് വീഡിയോ ഔട്ട്പുട്ട് പറഞ്ഞിട്ട് സെക്ഷനാണ്. സോ ഇത് ആക്ച്വലി സിമ്പിളായിട്ടൊരു സെക്ഷനാണ്, പക്ഷേ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ചാനൽ എന്നുള്ള ഈ സെക്ഷന്. സോ ബാക്കിയുള്ള സെക്ഷൻസ് പറയുമ്പോൾ ഇപ്പോൾ റീസൈസ് എന്നുള്ള സെക്ഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെക്ഷൻസ് ഇതിൻ്റെ വെടുത്ത് ഹൈറ്റ് ചേഞ്ചസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആക്ച്വലി വരുന്നത്. നമുക്ക് നമ്മൾ ഇൻബിൾട്ടായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വെടുത്ത് ഉണ്ടാവും. സോ എത്രയാണ് വെടുത്ത് എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ മാറ്റിയിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റും. പിന്നെ അതിൻ്റെ ക്വാളിറ്റി മാറ്റാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് വാല്യൂ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഫൈനൽ സൈസിലോട്ട് ഇങ്ങോട്ടാണോ ഇവിടെ മാറുന്നത്. സോ ഇവിടെ 1080 19 20 എന്നുള്ളത് നമ്മളിവിടെ വാല്യൂ ടോപ്പിൽ നിന്ന് മൈനസ് ചെയ്ത വാല്യൂ. സോ അതോടുകൂടി എന്തായി 1885 എന്നുള്ള വാല്യൂലോട്ട് വന്നു. അത് നമുക്കത് ക്രോപ്പ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഔട്ട്പുട്ട് ഫയൽ നമുക്ക് കിട്ടാം. സോ അപ്പോൾ അതാണ് ഈ ഇവിടെ വരുന്ന ഓപ്ഷൻസ്. പിന്നെ വരുന്ന നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ മെയിൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡെപ്ത് കളർ എന്നുള്ളത് നമുക്ക് ഇവിടെ ഇൻബിൾട്ട് ആയിട്ട് വരുന്ന സംഭവം തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ പിന്നെ ഇവിടെ വരുന്ന ചാനൽസ്, ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഈ സെക്ഷനിൽ RGB ആൽഫ, RGB പ്ലസ് ആൽഫ ആയിട്ട് 3 സെക്ഷൻസ് വരുന്നുണ്ട്. സോ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഫോർമാറ്റ് H264 അതായത് MP4 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് എനേബിൾ ആയി വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ PNG സീക്വൻസ് അല്ലെങ്കിൽ ക്വിക്ക് ടൈം ഒക്കെ ചൂസ് ചെയ്യണമെങ്കിൽ വീഡിയോ ഫോർമാറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് ടൈം ചൂസ് ചെയ്യണം. ക്വിക്ക് ടൈം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ RGB ആൽഫ, RGB പ്ലസ് ആൽഫ എന്നുള്ള ഈ 3 ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ യൂസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ റെൻഡർ ക്യൂന് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യാണ്. ദെൻ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ഉണ്ട്. ഇവിടെ ആക്ച്വലി ഒരു സ്റ്റാർ അങ്ങോട്ട് മൂവ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇതൊരു 35 സെക്കൻഡ് ഉണ്ട്. സോ അത് റെൻഡർ ചെയ്യാൻ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 7 സെക്കൻഡ് എടുക്കുകയാണ്. ഓക്കെ, ട്രിം ചെയ്തു. ഇപ്പോൾ 7 സെക്കൻഡ് ആണ് ആക്ച്വലി ഉള്ളത്. സോ ഇവിടെ നമ്മുടെ ടോഗിൾ ട്രാൻസ്പെറൻസി ഗ്രിഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ആക്ച്വലി ട്രാൻസ്പെറൻ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല ആക്ച്വലി അല്ലേ. സോ ഇങ്ങനെയാണ് കിടക്കുന്നത്. 2 സ്റ്റാർ ഉണ്ട്, ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഫയലിൽ പോകുന്നു, എക്സ്പോർട്ടിൽ ആഡ് ടു റെൻഡർ ക്യൂ എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ബെസ്റ്റ് സെറ്റിങ്സിൽ നമ്മളൊന്നും മാറുന്നില്ല. ഇവിടെ ഔട്ട്പുട്ട് മൊഡ്യൂളിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ H264 മാറ്റിയിട്ട് ക്വിക്ക് ടൈം എടുക്കുന്നു. ക്വിക്ക് ടൈം എന്ന് പറയുന്നത് MOV ഫോർമാറ്റിനാണ് ക്വിക്ക് ടൈം എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ RGB സെക്ഷനിൽ പോയിട്ട് RGB പ്ലസ് ആൽഫ എന്നുള്ള കൊടുക്കാണ്ട് ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്പുട്ട് മൊഡ്യൂളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഡൗൺലോഡ്സിലോട്ട് കൊടുക്കുന്നു. ദെൻ റെൻഡർ ചെയ്യുന്നു. ഓക്കെ, ഫൈനലി നമ്മൾ റെൻഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മെയിൻ കോമ്പിലോട്ട് കൊണ്ടുവരാം. ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ റെൻഡർ ചെയ്തെടുത്ത വീഡിയോ ഞാൻ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യണം. സോ ഇവിടെ ആക്ച്വലി കുറേ വീഡിയോസ് ഉണ്ട്. നമ്മളിപ്പോൾ ഞാനിവിടെ വ്യൂ പാനൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കട്ടെ. ലാസ്റ്റ് ടൈം ഉണ്ടാവും ഇപ്പോൾ 2:30 PM. യെസ്, ഇതാണ് നമ്മൾ ലാസ്റ്റ് എക്സ്പോർട്ട് ചെയ്തത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ലാസ്റ്റ് എക്സ്പോർട്ട് ചെയ്ത്. ഇവിടെ നമ്മളുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. നമ്മളിത് MOV ഫോർമാറ്റിലാണ് എക്സ്പോർട്ട് ചെയ്തത്. സോ എക്സ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ RGB പ്ലസ് ആൽഫ എന്നുള്ള സംഭവം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യില്ല, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഫോർമാറ്റിലാണ്, MOV ഫോർമാറ്റിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെ കിട്ടുന്നത്, അതായത് നമ്മളിപ്പോൾ ഇവിടെ യൂസ് കേസ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ലോഗോ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പെക്സോവ എന്നുള്ള ലോഗോ ഇവിടെ ഞാൻ ആനിമേറ്റ് ചെയ്ത ഒരു ലോഗോ ഇവിടെ ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ലോഗോയുടെ ആനിമേഷൻ. സോ ഇവിടെ ട്രാൻസ്പെറൻസി ഗ്രിഡ്, ടോഗിൾ ട്രാൻസ്പെറൻസി ഗ്രിഡ്. സോ ഇവിടെ ടോഗിൾ ട്രാൻസ്പെറൻസി ഗ്രിഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ലോഗോ, നമ്മുടെ ഇവിടെ ലോഗോയുടെ ഉണ്ട്, വൈറ്റ് കളറാണ്. ടോഗിൾ ട്രാൻസ്പെറൻസി ഗ്രിഡിനും വൈറ്റ് കളറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ലോഗോ ഇവിടെ തന്നെ ഉണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഒന്നുമില്ല. ഈ സിറ്റുവേഷനിലുള്ള നമ്മുടെ ഈ ലോഗോന് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ വർക്ക് ഫയൽ നമുക്ക് ഇത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വേറെ ഏതെങ്കിലും ഫയലിൽ വേറെ ഏതെങ്കിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോട്ട് ഇപ്പോൾ ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് അല്ലാതെ ക്യാപ് കട്ടോ അല്ലെങ്കിൽ ഡാവിഞ്ചി ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മൾ ഈ ലോഗോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ആൽഫ എടുത്തിട്ട് ആ രീതിയിലൊക്കെ ചെയ്യേണ്ടി വരും. സോ ആ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് MOV ഫോർമാറ്റിലോട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള MOV ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഈ മെത്തേഡ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫയൽ നേരത്തെ ചെയ്ത ആ മെത്തേഡ് തന്നെ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ടിൽ ആഡ് ടു റെൻഡർ ക്യൂണിൽ ഞാൻ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു,
ഫസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഫോർമാറ്റിൽ പോയിട്ട് ഫോർമാറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ H264 മാറ്റിയിട്ട് ക്വിക്ക് ടൈം കൊടുക്കണം. MOV ഫോർമാറ്റിൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ട്രാൻസ്പെറൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഔട്ട് എടുക്കാൻ പറ്റുന്നത് MOV ഫോർമാറ്റ് മാത്രമാണ്. MP4 നടക്കില്ല, AVI നടക്കില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. H.264 എടുത്തിട്ട് ഈ ചാനലിൽ പോവാം, RGB പോവാം. ഇവിടെ നോക്കുക RGB പ്ലസ് ആൽഫ എന്നുള്ളത് ഹിഡൻ ആണോ എനേബിൾഡ് ആണോ ഹിഡൻ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അത് നോക്കി ഇവിടെ H264 MP4 ഫോർമാറ്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ അത് ഹിഡൻ ആണ്. സോ ഇവിടെ ഞാൻ AVI ഫോർമാറ്റ് എടുത്തു. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ AVI ഫോർമാറ്റ് നമുക്ക് ആക്ച്വലി ട്രാൻസ്പെറൻസി വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന സീക്വൻസിലാണ് ആക്ച്വലി വരിക. ഇപ്പോൾ ഇവിടെ നമ്മൾ MP4 MP3 സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടോ, MP3 നമുക്ക് ഇത് അവൈലബിൾ അല്ല. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ വീഡിയോ ഉണ്ടാവില്ല, വോയിസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ജെപെഗ് സീക്വൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആൽഫ മാത്രമേ കിട്ടത്തുള്ളൂ, RGB പ്ലസ് ആൽഫ കിട്ടത്തില്ല. നിങ്ങൾക്കറിയാലോ ജെപെഗ് എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്കൊരിക്കലും ആ JPG ഫയലിനെ നമുക്കൊരിക്കലും എടുക്കാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. PNG സീക്വൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, RGB ആയിട്ട്. അത് PNG എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എടുക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇമേജ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ് PNG എന്ന് പറയുന്നത്. സോ അതുപോലത്തെ ഒരു ഫോർമാറ്റാണ് ആക്ച്വലി ക്വിക്ക് ടൈം എന്ന് പറയുന്നത്. ക്വിക്ക് ടൈം എന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊരു വീഡിയോ ഫോർമാറ്റാണ്, MOV ഫോർമാറ്റ് തന്നെയാണ്. MOV ഫോർമാറ്റാണ് ഇവിടെ ക്വിക്ക് ടൈം എന്നാണ് പറയുന്നത്. സോ RGB പ്ലസ് ആൽഫ എന്ന് കൊടുക്കുന്നു. തന്നെ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റെൻഡർ ചെയ്യാണ്. ഓക്കെ, റെൻഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് നമ്മുടെ ഫയൽ എടുക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ടൈം നോക്കിയാൽ മതി, 2:39. യെസ്, ഇതാണ് നമ്മുടെ ഫയൽ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാണ് എൻ്റെ ഇതിപ്പോൾ നിങ്ങളൊരു ആക്ട് ചെയ്യുക. ആക്ച്വലി ഇതൊരു ഡാവിഞ്ചി അല്ലെങ്കിൽ ക്യാപ്കട്ടോ ആണെന്ന് നോക്കുക. സോ അതിലോട്ട് നേരെ എന്ത് ചെയ്യാം, MOV ഫോർമാറ്റിലുള്ള ഫയൽ എല്ലാത്തിലും ഒരു വീഡിയോ എല്ലാത്തിലും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ വീഡിയോ. കണ്ടോ, ഇവിടെ ആക്ച്വലി അതാ നമ്മുടെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി ഒരു വീഡിയോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ അതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുവരും. പക്ഷേ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിൽ ഭയങ്കര സൈസ് ആയിരിക്കും. ഇതിന് നല്ലൊരു സൈസ് ഉണ്ടാവും ഇതിന്. ആക്ച്വലി ഇപ്പോൾ ഇതിന് നമ്മൾ കുറഞ്ഞൊരു ടൈമല്ലേ ഉള്ളൂ ഈ വീഡിയോ. സോ ഇതിൻ്റെ സൈസ് നമുക്ക് നോക്കാം. ഇതിൽ ആക്ച്വലി 30 MB വന്നിട്ടുള്ളൂ. പക്ഷേ ചിലതൊക്കെ നല്ല സൈസ് വരാറുണ്ട്, 1 GB 2 GB ഒക്കെ സൈസ് വരാറുണ്ട്. ഇതിന് ആക്ച്വലി ഒരു 30 MB അടുത്ത് സൈസ് വന്നിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ആൽഫ, അതായത് ആൽഫ പ്ലസ് RGB പ്ലസ് ആൽഫ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഒന്നുകൂടി അതിലോട്ട് പോവാണ്. ഓക്കെ, സോ പിന്നെ വരുന്ന ആൽഫ ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആൽഫ ആയിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ആൽഫ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനിപ്പോൾ ആൽഫ ചൂസ് ചെയ്യുന്നു. ഇവിടെ കോംബ് ഞാൻ എന്ത് ചെയ്യുന്നു, 000 എന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. സോറി, ഇവിടെ ആക്ച്വലി ആൽഫ എടുക്കുന്നത് വീഡിയോയുടെ അല്ല, സോറി, ഈ വീഡിയോയുടെ ആൽഫ എടുക്കാം നമുക്ക്. ഓക്കെ, ഈ കോമ്പോസിഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. then എന്ത് ചെയ്യുന്നു, ഫയലിൽ പോകുന്നു, എക്സ്പോർട്ടിൽ ആഡ് ടു മീഡിയ എൻകോഡർ കൊടുക്കുന്നു. ദെൻ ഔട്ട്പുട്ട് മൊഡ്യൂളിൽ പോയിട്ട് ഫോർമാറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ക്വിക്ക് ടൈം കൊടുക്കുന്നു. സോ ഞാൻ RGB പ്ലസ് അല്ല ആൽഫ കൊടുക്കുന്നു. ദെൻ ഓക്കെ കൊടുക്കുന്നു. ദെൻ റെൻഡർ കൊടുക്കുന്നു. ഓക്കെ, സോറി, ലൊക്കേഷൻ ഓക്കെ, നമുക്കതിൻ്റെ ആൽഫ കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് അതിൻ്റെ ആൽഫ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആക്ച്വലി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടി ഞാൻ ഔട്ട് എടുക്കുകയാണ്. ആക്ച്വലി ഇവിടെ ഞാൻ ഇവിടെ 2 സ്റ്റാർ ഒരു റെക്റ്റാങ്കിളും ഉണ്ട്. സോ ഇതിന് ഞാൻ ഒന്നുകൂടെ ഔട്ട് എടുക്കണം. ഓക്കെ, ഔട്ട്പുട്ട് മൊഡ്യൂള്, ക്വിക്ക് ടൈം, ആൽഫ, ഓക്കെ. ദെൻ ലൊക്കേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, 01, ദെൻ റെൻഡർ. സോ ഇതിന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു.
സോ തന്നെ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് പോകുന്നു, ക്വിക്ക് ടൈം മാറ്റിയിട്ട് ഫുൾ എച്ച് ഡി കൊടുക്കുന്നു, സോറി MP4 കൊടുക്കുന്നു, ദെൻ ഓക്കെ കൊടുക്കുന്നു. ആൽഫ മാറ്റിയിട്ട് ഇവിടെ ഞാൻ RGB കൊടുക്കുകയാണ്. ഓക്കെ, RGB എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ കളറിലായിരിക്കും, റെഡ് ആൻഡ് ഗ്രീൻ ബ്ലൂ ഈ 3 കളേഴ്സും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും ആ ചാനൽ ഉണ്ടാവുക, ആ വീഡിയോ ഉണ്ടാവുക. പിന്നെ ഇവിടെ ഞാൻ MP4 ആണ് ചൂസ് ചെയ്തിട്ട് ദെൻ ഓക്കെ കൊടുക്കുന്നു. ലൊക്കേഷൻ ഞാൻ കൊടുക്കുന്നു 01111 കുറച്ച്, ഓക്കെ, ദെൻ റൺ കൊടുക്കുന്നു. ഓക്കെ, ഓക്കെ, സോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഞാൻ കോമ്പോസിഷനിൽ പോയിട്ട് ന്യൂ കോമ്പോസിഷൻ എടുക്കുന്നു. ഇവിടെ ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ 2 ഫുട്ടേജിനും സോറി ഒരു ഫുട്ടേജ് മാറിപ്പോയി, 2 ഫുട്ടേജ് ഞാൻ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫുട്ടേജ് ഞാൻ 0111 ആണ് കൊടുത്ത് ആൽഫ ആയിട്ട് കൊടുത്തിട്ടുള്ള ഫുട്ടേജാണ്. സോ ഇത് നമുക്ക് പെർഫെക്റ്റ് ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്, സോറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് വരുന്നത്. സോ പെർഫെക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഇവിടെ ബ്ലാക്ക് നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ല, ഇവിടെ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ MP4 ആയിട്ട് എടുത്ത, അത് RGB ആയിട്ട് എടുത്ത ഫയൽ ഇതാണ് ആക്ച്വലി വരുന്നത്. സോ നമുക്ക് ചില സിറ്റുവേഷനിൽ നിന്ന് ഇത് VFXൻ്റെ സെക്ഷനിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുക. അതായത് VFXലൊക്കെ ഇപ്പോൾ 3D സോഫ്റ്റ്വെയർസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ആൽഫ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിൽ കമ്പോസിഷൻ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട് ആക്ച്വലി. സോ അതിനാണ് മെയിൻലി ഇതിൻ്റെയൊക്കെ യൂസ് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ മേലെ ഇതിൻ്റെ ആൽഫ കൊടുക്കുക, താഴെ നിങ്ങളുടെ ഫുട്ടേജ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രാക്ക് മാറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താവും, നമുക്ക് കറക്റ്റ് കട്ടായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനെന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് കൊടുക്കുക, ട്രാക്ക് മാറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ലൂം വന്ന് കൊടുക്കുക. സോ ലൂം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ആ ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ട് കിട്ടും. സോ നമ്മളിവിടെ എന്തായാലും ആനിമേഷൻ കൊടുത്തിന് അതിൻ്റെ ഒരു ആൽഫ ആയിട്ട് കിട്ടും. സോ ഇങ്ങനെ നമുക്ക് ലോഗോസ് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ നിങ്ങൾക്ക് 2 ഫുട്ടേജ് വേണം. 2 ഫുട്ടേജ് ഇങ്ങനെ ട്രാക്ക് മാറ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ലൂമ വേർഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. മറ്റേതെന്താ വെച്ചാൽ നിങ്ങൾക്ക് MOV ഫോർമാറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തു, പക്ഷേ കുറച്ച് സൈസ് കൂടുതലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ആക്ച്വലി. ഇനി ഫയലിൽ പോയിട്ട് എക്സ്പോർട്ടിൽ ആഡ് ടു റെൻഡർ ക്യൂന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ ഇവിടെയുള്ള ഏകദേശം എല്ലാതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്ന ഫോർമാറ്റ് ഓപ്ഷൻസ് പറഞ്ഞ സെക്ഷനാണ്. സോ ഇവിടെ നമുക്ക് ഇവിടെ ടാർഗറ്റ് ബിറ്റ് റേറ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോയുടെ. സോ ഇത് വാല്യൂ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ 50 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ സൈസും അതിനനുസരിച്ച് കൂടും കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ഇമ്പൾട്ടായിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് അതാ 15 എന്നുള്ള വാല്യൂ ആണ് ഇമ്പൾട്ടായിട്ട് വരുന്നത്. സോ ഇത് കൂട്ടി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടും, അതിനനുസരിച്ച് അതിൻ്റെ സൈസസും കൂടും. പിന്നെ VR സെറ്റിംഗ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആക്ച്വലി വരുന്നത്. സോ ഇതൊന്നും നമുക്ക് മെയിനായിട്ട് ഇതിൽ കവർ ചെയ്യേണ്ട ആവശ്യത വരുന്നില്ല. പിന്നെ ഹാർഡ്വെയർ പെർഫോമൻസ് നമ്മൾ റെൻഡർ ചെയ്യുന്ന ഹാർഡ്വെയർ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാർഡ്വെയർ യൂസ് ചെയ്ത് റെൻഡർ ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് റെൻഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് റെൻഡറിങ്ങിന് മീഡിയ എൻകോഡർ അല്ല. സോ ഇത്രയാണ് നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള റെൻഡറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഒരു വേറെ സെക്ഷൻ കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ കോമ്പിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇവിടെ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ സെയിം സെറ്റിങ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഞാനിവിടെ എക്സ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതന്നെ എന്ത് ചെയ്യുന്ന ഔട്ട്പുട്ട് മൊഡ്യൂൾ ഞാൻ കൊടുത്തു. ഇവിടെ ഞാനൊരു ഒരു ജസ്റ്റ് ഒരു നെയിമിങ് കൊടുത്തു. ഇവിടെ ആ നെയിമിങ് വന്നിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ട് ഞാൻ കോംബ് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് എക്സാക്ട് ഇതിൻ്റെ കോപ്പിയാണ്, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവിടെ കിട്ടിയത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഔട്ട്പുട്ട് 2 എന്നുള്ളിടത്തുള്ള നെയിമിങ് മാറിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ റീനെയിം ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നോ നെയിം ഉണ്ടായിരുന്നത് ആ നെയിമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ കറക്റ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് അടുത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഫയൽ നെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം നെയിമിൽ സെയിം ലൊക്കേഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ സെയിം ലൊക്കേഷനിലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. സോ നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് ആഡ് ഔട്ട്പുട്ട് മൊഡ്യൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് മൊഡ്യൂൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഇവിടെ റെൻഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ H2 അതായത് MP4 സൈസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഔട്ട്പുട്ട് മൊഡ്യൂൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക്
വേറൊരു മൊഡ്യൂളും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ MP4 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സെയിം ഫൂട്ടേജ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് PNG സീക്വൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കാം. അപ്പോൾ എന്താവും, നമ്മളിവിടെ റെൻഡറിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ MP4 ഫോർമാറ്റും കിട്ടും, PNG സീക്വൻസും കിട്ടും. സോ നെക്സ്റ്റ് നമ്മൾ പിന്നെ ഒന്നുകൂടി നമ്മൾ ആഡ് ഔട്ട്പുട്ട് മൊഡ്യൂൾ കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും ഫോർമാറ്റ് കൊടുത്തു. ലൈക്ക് ഞാനിപ്പോൾ വേവ് കൊടുത്തു, വേവ് ഫോർമാറ്റ് കൊടുത്തു. ലൊക്കേഷൻ ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കാം. സോ 01 പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കാം. ഓക്കെ, ദെൻ സേവ് കൊടുക്കുന്നു. ഓക്കെ, എല്ലാതും അതിലോട്ട് ഞാൻ സേവ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മളിവിടെ ഔട്ട്പുട്ട് മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുള്ളത് 1 MP4, 2 PNG, 2 PNG സീക്വൻസ്, 3 വേവ് ഫോർമാറ്റ്. ഇനി ഒന്നും കൂടി നമുക്ക് കൊടുക്കാം, ആഡ് ഔട്ട്പുട്ട് മൊഡ്യൂൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ MOV കൂടി കൊടുക്കുകയാണ്. ക്വിക്ക് ടൈം കൂടി കൊടുത്തിട്ട് ഓക്കെ കൊടുത്ത് ആ ലൊക്കേഷൻ സെയിം ലൊക്കേഷൻ കൊടുക്കുകയാണ്. എന്തെങ്കിലും നെയിമോ ഡിഫറെൻറ്റ് നെയിം കൊടുക്കുക, ദെൻ റെൻഡർ കൊടുക്കാം. ഓക്കെ, ഇവിടെ റെൻഡറിങ് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കുമല്ലോ, കാരണം നമ്മൾ 1, 2, 3, 4 ഫോർമാറ്റുകളാണ് ആക്ച്വലി ഇവിടെ റെൻഡർ ചെയ്യുന്നത്. നമുക്ക് ആ സെക്ഷനിലോട്ട് ഒന്ന് പോയി നോക്കാം, എന്താണ് സിറ്റുവേഷൻ എന്നൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ബേസ് മോഡൽസ് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കൂടെ സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ പൗസ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എത്രത്തോളം റാം യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ MP4 ഉണ്ട്, ഇവിടെ MOV ഫയൽ, സോറി ഫസ്റ്റ് നമ്മുടെ MOV ഉണ്ട്, പിന്നെ MP4 ഉണ്ട്, പിന്നെ വേവ് ഫോർമാറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ PNG സീക്വൻസും കൂടി ഇവിടെ ഉണ്ട്. കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഫോർമാറ്റുകൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേറെ നമ്മൾ സെപ്പറേറ്റ് റെൻഡർ ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ഒറ്റ ടേക്കിൽ തന്നെ നമുക്ക് കുറേ റെഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം, റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ റിവീൽ ഇൻ കോമ്പോസിഷൻ പ്രൊജക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിലെടുത്തിട്ടുള്ള ഈ റെൻഡർ ക്യൂവിൻ്റെ കോമ്പോസിഷൻ റിവീൽ ചെയ്യുക, പ്രൊജക്ട് പാനൽ റിവീൽ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് പാനൽ ചെക്ക് ചെയ്തോളൂ. ജസ്റ്റ് ഇപ്പോൾ നിലവിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ റിവീൽ കോമ്പോസിഷൻ ഇൻ പ്രൊജക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ സെലക്ട് ആയിട്ട് കോംബോ 3 എന്നുള്ള ആ കോംബോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അഡോബ് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ട് റെൻഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ മീഡിയ എൻകോഡർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റെൻഡർ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ.